സ്വന്തം സഹപാഠികളുടെയും അടുത്ത ബന്ധുക്കളുടെയും വരെ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നിന്നും മറ്റും അനുവാദമില്ലാതെ കൈക്കലാക്കി അശ്ലീലമായി മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ക്രൂരനായ കുറ്റവാളി വയനാട് കാക്കവയൽ സ്വദേശിയായ 3-ാം വർഷ MBBS വിദ്യാർത്ഥി എബേൽ അഗസ്റ്റിൻ അറസ്റ്റിൽ. 20-ലധികം ഭാവി വനിതാ ഡോക്ടർമാരുടെ ചിത്രങ്ങളാണ് ഇയാൾ റെഡിറ്റ്, ടെലഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഹീനമായി ദുരുപയോഗം ചെയ്തത്. മാസങ്ങൾക്ക് മുൻപ് തന്നെ ക്രൂരമായ ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് സൈബർ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഉദ്യോഗസ്ഥരിൽ നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥിനികൾ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി അന്വേഷണം നടത്തുകയായിരുന്നു. വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാക്കി പ്രതിയുമായി തന്ത്രപൂർവ്വം ചാറ്റ് ചെയ്താണ് വിദ്യാർത്ഥികൾ ഇയാളുടെ യഥാർത്ഥ ടെലഗ്രാം അക്കൗണ്ടും അതുവഴി ഇത്രയും കാലം കൂടെ നടന്ന എബേൽ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തിയതും ഒടുക്കം പോലീസിനെ വിവരമറിയിച്ചതും. വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് തെളിവുകൾ സഹിതം പ്രതിയെ പിടികൂടി നൽകിയിട്ടും കേസ് കൈകാര്യം ചെയ്ത രീതിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും വൻ വീഴ്ചയുണ്ടായി. പോലീസിന്റെ അനാസ്ഥ കാരണം പ്രതിക്ക് പെട്ടെന്ന് തന്നെ കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുകയും ചെയ്തു. ഇതിൽ രോഷാകുലരായ 100ഓളം വരുന്ന MBBS വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുന്നിൽ മണിക്കൂറുകളോളം വൻ പ്രതിഷേധം തീർത്തു. ജാമ്യത്തിലിറങ്ങിയ പ്രതി കൂടുതൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും നിസ്സാര വകുപ്പുകൾ ചുമത്തി പ്രതിയെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും കൗൺസിലർ അടക്കമുള്ളവർ ആരോപിച്ചു. എന്നാൽ IT ആക്ടും BNS വകുപ്പുകളും കൃത്യമായി ചേർത്താണ് റിപ്പോർട്ട് നൽകിയതെന്നും നിയമപ്രകാരമുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചതെന്നും പോലീസ് നിലപാടെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് കേസിൽ തിടുക്കപ്പെട്ട് ഇടപെട്ട പോലീസ് പുതിയ FIRകൾ രജിസ്റ്റർ ചെയ്യുകയും DCPയുടെ നേതൃത്വത്തിൽ എബേലിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. പ്രിൻസിപ്പൽ ഇയാളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിലവിലെ പോലീസ് അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച് കോളേജ് യൂണിയൻ പ്രതിനിധികൾ ഉന്നത അധികാരികളെ നേരിൽ കണ്ട് പരാതി നൽകിയതിനെ തുടർന്ന് കേസ് സൈബർ IGക്ക് കൈമാറാനും ഉത്തരവായി. പരാതിക്കാർ ആവശ്യമായ നിർണായക തെളിവുകൾ IGക്ക് കൈമാറിയിട്ടുണ്ട്. പ്രതിയുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ സൈബർ വിദഗ്ധർ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. പ്രതിയുടെ അടുത്ത സുഹൃത്തുക്കൾക്കും ഈ അശ്ലീല റാക്കറ്റിൽ പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷണ സംഘം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഈ ക്രൂരമായ കുറ്റകൃത്യത്തിലൂടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സുരക്ഷിതത്വ മേഖലയിലും കടുത്ത ആശങ്കയാണ് ഉടലെടുത്തിരിക്കുന്നത്. സ്വന്തം സഹപാഠികളിൽ നിന്ന് പോലും സ്ത്രീകൾ നേരിടുന്ന ഇത്തരം ഡിജിറ്റൽ അതിക്രമങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയാണ് ഭരണകൂടത്തിൽ നിന്നും പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എബേൽ സ്വന്തം സഹപാഠികളുടെ, ബന്ധുക്കളുടെ അടക്കമുള്ള സ്ത്രീകളുടെ ചിത്രങ്ങൾ അവരുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ നിന്നും ശേഖരിച്ച് അത് മോർഫ് ചെയ്താണ് റെഡിറ്റും ടെലഗ്രാം അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ വിറ്റിരുന്നത്. എന്തായാലും സാങ്കേതിക വിദ്യയുടെ തെറ്റായ ഉപയോഗത്തിലൂടെ ഉയർന്ന പഠനവും ഭാവി പോലും പണയം വെച്ച എബേൽ അഗസ്റ്റിനെ പോലുള്ള കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുന്നതുവരെ ശക്തമായ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാനാണ് വിദ്യാർത്ഥി സമൂഹത്തിന്റെ തീരുമാനം.